Good morning, ma'am. Good morning, all. Good morning, ma'am. Good morning, ma'am. Immunity strength വളരെ കുറവാണല്ലോ. ഡെയിലി കയറുന്ന ആളുകളും കുറവാണെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. സ്ട്രെങ്ത് കുറച്ച് പേര് ഇനി വരണായിരിക്കും. പുറത്ത് വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, സ്ക്രീൻ ഉണ്ടാവുന്നതാണ്. ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുന്നതാണ്. ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഡെയിലി കയറുന്നവരെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ അറിയാം. അതൊന്നും വളരെ സ്ട്രെങ്ത് കുറവ് പോലെ. ഓക്കെ, സ്ക്രീൻ ക്ലിയർ ആണോ? സ്ക്രീൻ അതെ മാം, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഒരു 5 minutes ഞാൻ വെയിറ്റ് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പയ്യെ കയറിക്കോളൂ കേട്ടോ, കുറച്ച് പേരും കൂടി ഉണ്ടെങ്കിൽ. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പ്രോസസ് ഓഫ് സോളിഡ് ക്ലീനിങ് അല്ലെ, സോളിഡ് ക്ലീനിങ് ഇങ്ങനെയാണ് ആ ഒരു ലോണ്ടറിയുടെ പ്രോസസ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഞങ്ങൾ ഒരു ഫ്ലോ ചാർട്ടിംഗ് നമ്മൾ നോക്കിയായിരുന്നു. എന്തൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? സോർട്ടിങ് ചെയ്യുന്നു, ദെൻ സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്, വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ്, പ്രസിംഗ്, ഫോൾഡിങ്. ഓക്കെ, PDF കാണുന്നില്ല. ഓക്കെ, അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങളോട്, PDF കാണുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇപ്പൊ റെഡിയാക്കാം, ജസ്റ്റ് ഒന്ന് വായിക്കാം. Okay. Okay, your screen. Then next one നോക്കാം. Commonly used equipment in a typical laundry. ഒരു ലോണ്ടറി സേവനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കോട്ടോ, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ലോണ്ടറി സർവീസിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ സിമ്പിൾ ആണ്, നമുക്കറിയാലോ അലക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. വാഷിംഗ് മെഷീൻ, ഹാൻഡ് ഡ്രയർ, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി ആൻഡ് എയർ കംപ്രസർ. ഓക്കെ, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു, then hand iron, dryer, distribution trolley, air compressor. ഹാൻഡ് ഡ്രയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്ലാസിഫിക്കേഷൻ കിട്ടുമല്ലോ. ഏതായിരുന്നു ക്ലാസിഫിക്കേഷൻ ചോദിച്ചത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോസസ് വരെയല്ലേ എടുത്തത്? ആണോ? എവിടെയെങ്കിലും വിട്ടുപോയോ? ക്ലാസിഫിക്കേഷൻ എടുത്തിട്ടില്ല. അഡ്വാൻറ്റേജസ് വരെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ആണോ? 2 ക്ലാസ്സിലായതുകൊണ്ടേ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെ വരെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്? അഡ്വാൻറ്റേജസ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി ക്ലാസിഫിക്കേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആഫ്റ്റർനൂൺ ബാച്ചിൽ അവിടെ വരെ എത്തിയിട്ടുണ്ട്, അതുകൊണ്ടാവട്ടെ. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻസിലേക്ക് പോകാം. അപ്പൊ നിങ്ങളൊന്ന് രാവിലെ ഒന്ന് പറയാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്. മീൻസ് കുറച്ച് ക്ലാസ്സുകൾ ഒരുമിച്ച് പോണോണ്ടേ അവിടെ ഒരു എനിക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലുള്ള ലിനനിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നതെന്ന്. ഫസ്റ്റ് വൺ, ജനറൽ പർപ്പസ് ലിനൻ അല്ലെ, കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ആവശ്യത്തിനുള്ള ലിനൻസുകൾ എന്തൊക്കെയാണെന്ന്. ജനറൽ ലിനൻസ് എന്ന് പറയുമ്പോൾ കർട്ടൻ, സ്ക്രീൻ, ടേബിൾ ക്ലോത്ത് എക്സെട്ര. ദെൻ പേഷ്യന്റ് ലിനൻ, പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള തുണിത്തരങ്ങൾ ഏതൊക്കെയാണെന്ന്. പേഷ്യന്റ് ക്ലോത്തിങ് ഇൻക്ലൂഡിങ് ഗൗൺസ്, കോട്സ് എക്സെട്ര. പേഷ്യന്റിന് ധരിക്കുന്ന വസ്ത്രങ്ങള്, ഗൗൺസ്, ഇപ്പൊ നമ്മള് സർജറിക്കും മറ്റൊക്കെ ഗൗൺസ് ഒക്കെ കൊടുക്കും അല്ലെ, അതുപോലെ കോട്സ് തുടങ്ങിയവ. വാർഡ് ലിനൻ, വാർഡിലേക്ക് ഉപയോഗിക്കുന്നവ. ക്ലോത്തിങ് യൂസ്ഡ് ഇൻ വാർഡ്സ് ലൈക്ക് ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്സ്, പില്ലോ കവേഴ്സ് എക്സെട്ര. വാർഡിൽ ഉപയോഗിക്കുന്നവ.
Then OT, operation theatre, labor room, procedures room, linen. Labor room procedure റൂമിലൊക്കെ ഉപയോഗിക്കുന്നത് സർജിക്കൽ ഗൗൺസ്, സ്ക്രബ് സ്യൂട്ട്. എന്താ സ്ക്രബ് സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മെഡിക്കൽ പ്രൊഫഷണൽമാർ ഉപയോഗിക്കുന്ന സ്യൂട്ടുകൾ, കോട്ടുകൾ. ഡോക്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കുകയെ ആ കോട്ടുകളാണ് സ്ക്രബ് സ്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മെഡിക്കൽ പ്രൊഫഷണൽസ് എന്നൊന്നും വേണമെങ്കിൽ ഒന്ന് മുകളിൽ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. സ്ക്രബ് സ്യൂട്ട്. ഇനി വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട, മെഡിക്കൽ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ക്ലാസിഫിക്കേഷൻസിൽ ഇത്രയാണ് തിരിച്ചിരിക്കുന്നത്. ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് then patient linen, then ward linen, OT, labor room, etc. അവിടേക്ക് ഉപയോഗിക്കുന്നവ. Then last one നോക്കാം. Proper healthcare laundry procedures and disinfecting are very important to infection control and prevention of spread diseases. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലോണ്ടറി അല്ലെ, നല്ലൊരു എന്താ പറയാ അണുബാധ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഡിസിൻഫെക്ടിങ് രോഗങ്ങൾ തടയാനും അണുബാധ നിയന്ത്രിക്കാനും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ലോണ്ടറി പ്രോസസ് ആവശ്യമാണ് അല്ലെ. ശുചിത്വമുള്ള ഹൈജീനിക് ആയിട്ടുള്ള ഒരു ലോണ്ടറി നമുക്ക് ആവശ്യമാണ്. ഇതിനു വേണ്ടി രോഗങ്ങൾ പകരുന്നത് നിയന്ത്രിക്കാനും ഡിസിൻഫെക്ടിങ് അല്ലെ അണുബാധയൊക്കെ നിയന്ത്രിക്കാനും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലോണ്ടറി സിസ്റ്റം ആവശ്യമാണ്. It is very important to establish and carry out healthcare laundry guidelines to make sure the staff have right protection and safety. So, എന്താണ് ജീവനക്കാർക്ക് ആ ലോണ്ടറിയുമായിട്ട് ബന്ധപ്പെട്ട ജീവനക്കാർക്ക് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ലോണ്ടറി കുറച്ച് ഗൈഡ് ലൈനുകളൊക്കെ പാലിക്കണമെന്ന്, മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഡിസിൻഫെക്ടിങ് ആയിട്ടുള്ള അണുബാധയുള്ള അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലൂയിഡ്സ് ഒക്കെ ഉള്ള തുണിത്തരങ്ങളായിരിക്കും അവരവിടെ വാഷ് ചെയ്യുന്നത്. സോ ഇത് വാഷ് ചെയ്യുക അവിടെയുള്ള ജീവനക്കാർക്കും സുരക്ഷിതത്വം വേണ്ടേ, അവർക്കൊരു സേഫ് വേണം അല്ലെ. സോ അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി കുറച്ച് നമ്മൾ ഗൈഡ് ലൈൻസ് മാനദണ്ഡങ്ങൾ ആ സ്റ്റാഫുകൾ പാലിക്കണം. ഇനി എന്തൊക്കെയാണ് അവർ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്നാണ് ഒരു 5 പോയിന്റ് പറയുന്നത്. നോക്കാം. യൂസ് ഓഫ് PPE. PPE എന്താണ് എക്സ്പാൻഡ് ഫോർ? PPE എല്ലാ എക്സാമിനും ചോദിക്കാറില്ലേ PPE എന്താണ് എക്സ്പാൻഡ് ഫോർ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ. അവര് സുരക്ഷാ സംവിധാനങ്ങൾ ധരിച്ചിരിക്കണം. ഈ അകത്തേക്ക് തരുമ്പോൾ ഗ്ലൗസും മറ്റുമൊക്കെ ധരിക്കാം. Then bags to collect stained linen അല്ലെ. സ്റ്റെയിൻഡ് ലിനൻ കറയുള്ള അല്ലെങ്കിൽ മലിനപ്പെട്ട തുണിത്തരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ബാഗ് ഉപയോഗിക്കണം. അല്ലാതെ കൈകൊണ്ട് നമ്മൾ ഈ തുണിത്തരങ്ങൾ അതായത് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് നമ്മൾ കയ്യിലെടുത്ത് പോവുകയല്ല വേണ്ടത്, മറിച്ച് അതിനൊരു ബാഗ് വേണം, ബാഗിൽ കളക്ട് ചെയ്യുക. സ്റ്റോർ സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻ ലോണ്ടറി സെപ്പറേറ്റ്ലി. ദെൻ നമ്മൾ അത് സ്റ്റോർ ചെയ്യുമ്പോൾ അലക്കാനുള്ള തുണിത്തരങ്ങൾ എടുക്കുമ്പോൾ അത് സ്റ്റെയിൻഡ് ആയിട്ടുള്ളതും ക്ലീൻഡ് ആയിട്ടുള്ളതും അല്ലെ വൃത്തിയുള്ളതും മലിനപ്പെട്ടതുമായ തുണിത്തരങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം അലക്കാനായിട്ട് അവർ കൊണ്ടുപോകുവാൻ. പെർഫോം ഹാൻഡ് ഹൈജീൻ അല്ലെ. ഹാൻഡ് ഹൈജീൻ വേണം, കൈ എപ്പോഴും ശുചിത്വമായിരിക്കണം, ഗ്ലൗസ് ഒക്കെ ധരിക്കുക. ദെൻ നമ്മൾ തുണി അലക്കി കഴിയുമ്പോൾ ആ ഗ്ലൗസ് ഊരി മാറ്റിയിട്ട് വീണ്ടും കൈ നല്ല രീതിയിൽ ഹൈജീൻ ആക്കിയിരിക്കണം. പ്രൊവൈഡിങ് ട്രെയിനിങ് ഓൺ പ്രോപ്പർ ലോണ്ടറി ഹാൻഡിലിംഗ് അല്ലെ. നല്ലൊരു ട്രെയിനിങ് ലോണ്ടറി ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആ സ്റ്റാഫുകൾക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ 5 കാര്യങ്ങളാണ് സ്റ്റാഫ് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ലോണ്ടറി സർവീസിലെ സ്റ്റാഫുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലീനർ ഇൻ ഹോസ്പിറ്റൽ. സിമ്പിൾ ആണ്, നമുക്ക് വായിച്ചു തന്നെ മനസ്സിലാക്കാവുന്ന പോയിന്റ്സുകളാണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം. എളുപ്പമല്ലേ? കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടുണ്ടോ? വായിച്ചാല് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാവുന്ന പോയിന്റ്സുകളല്ലേ, വേറെ മെഡിക്കൽ ടേമുകളൊന്നും ഇല്ല.
കംപ്ലീറ്റ് ചെയ്തോ ക്ലാസിഫിക്കേഷൻ? അഴിച്ചില്ലാവോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. പ്രോസസിങ് ഓഫ് സോയിൽഡ് ലിനൻ. എങ്ങനെയാണ് പ്രോസസ്? ലോണ്ടറി ചെയ്യില്ലേ നമ്മള്, അത് അലക്കാനായിട്ട് കൊണ്ടുപോകുന്നതിന്റെ അത് എങ്ങനെയാണ് ലോണ്ടറി പ്രോസസ് വരുന്നത്? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് വൺ സോർട്ടിങ്. സോർട്ടിങ് ആണ് ആദ്യം അവർ ചെയ്യുന്നത്. സോർട്ടിങ് മീൻസ് മലയാളത്തിൽ എന്താ പറയാ, വേർതിരിക്കുക അല്ലെ? തുണിത്തരങ്ങളെ വേർതിരിക്കുക. നമ്മുടെ വീട്ടിൽ അലക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചിലപ്പോ പുറത്തേക്ക് പോകുന്ന ഡ്രസ്സുകൾ ആദ്യം വാഷ് ചെയ്യും, അല്ലെങ്കിൽ വൈറ്റ് ഡ്രസ് ഉണ്ടെങ്കിൽ വൈറ്റ് മാത്രം നമ്മുടെ വിഷയത്തിലിട്ട് ആദ്യം മടക്കി അത് സെപ്പറേറ്റ് ചെയ്ത് വെക്കും. ദെൻ വീട്ടിലുള്ള ഡ്രസ്സോ വർക്കിംഗ് ഡ്രസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടില്ല നമ്മളെ മീൻസ് നമ്മുടെ വീട്ടില് ഓൾറെഡി നമ്മൾ ചെയ്യുന്ന കാര്യം അങ്ങനെയാണോ? അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചാണുള്ളത്? എല്ലാ ഡ്രസ്സും കൂടി ഒരുമിച്ച് കൊണ്ടാണോ നിങ്ങൾ അലക്കാറ്? അല്ലെങ്കിൽ വൈറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്യുക, ദെൻ വർക്കിംഗ് ഡ്രസ് സെപ്പറേറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യാറുണ്ടോ? എളുപ്പപ്പണിയാണോ എല്ലാവരും ചെയ്യുന്നത്? ഒരുമിച്ചാണോ? ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ? ആണോ? ചെയ്യാറില്ല ആരും? ലോണ്ടറി ഒന്നും ഇല്ല ആർക്കോ? ഓക്കെ, സോർട്ടിങ്ങിൽ പറയുന്നത് നോക്കാം. അപ്പൊ വേർതിരിക്കുക ഫസ്റ്റ് സ്റ്റെപ്പാണ് സോർട്ട് ചെയ്യുന്നത് കേട്ടോ. യൂസ്ഡ് ലിനൻ should be collected from each department and separated. Linen stained with a body fluids should be kept separately. സ്റ്റെയിൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും സ്റ്റെയിൻഡ് എന്ന് വെച്ചാൽ മീനിങ് സെയിം ആണ്. മലിനമാക്കുക, മലിനപ്പെട്ടത് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ദെൻ ലിനൻ എന്ത് ചെയ്യും? പല ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ, ഹോസ്പിറ്റലിന്റെ ഈച്ച് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലിനൻ കളക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഇതുപോലെ കറയുള്ളതോ ബെഡ്ഷീറ്റുകൾ സെപ്പറേറ്റ് ചെയ്യും, ചിലപ്പോൾ ബ്ലഡ് ഉള്ളതും അല്ലെങ്കിൽ ഓട്ട് ചെയ്ത് വരുന്ന തുണിത്തരങ്ങളും എല്ലാം അവർ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ സ്ലോയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്. സ്ലോയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്, ഒരു കോമ കൊടുക്കാട്ടോ, അവിടെ രണ്ടാമത്തെ പോയിന്റ് ആണത്. സ്ലോയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്. സ്ലോയിസിങ് എന്ന് വെച്ചാൽ കഴുകുക, ഡിസ്ഇൻഫെക്ടിങ് അണുവിമുക്തമാക്കുക അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം തുണികൾ ഓരോ ഏരിയയിൽ നിന്നും ശേഖരിച്ചു, അത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോണത് ഇൻഫെക്റ്റഡ് ഓർ ടെയിൻഡ് ലിനൻ ആഫ്റ്റർ സോക്കിംഗ് 0.5% bleaching solution for 30 minutes should be washed with water detergent before washing അല്ലെ? അപ്പോ ഈ ടെയിൻഡ് ആയിട്ടുള്ള മലിനപ്പെട്ടതും അതുപോലെ തന്നെ എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണികൾ നമ്മൾ തരംതിരിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പോ അതില്ല സ്റ്റെയിൻഡ് ആയിട്ടുള്ള കറകളുള്ള അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള തുണിത്തരങ്ങൾ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നത് ഒരു 5% ഓഫ് ബ്ലീച്ചിങ് സൊല്യൂഷനിൽ സോക്ക് ചെയ്ത് വെക്കും. സോക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സോക്ക് ചെയ്യുക, കുതിർത്തി വെക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ നല്ല അഴുക്കൊക്കെ ഉള്ള തുണിത്തരങ്ങളാണെങ്കിലും ഒന്ന് ഡിറ്റർജന്റ് കിട്ടുന്ന മുക്കി വെക്കും അല്ലെ? 1 മണിക്കൂറൊക്കെ ഒന്ന് നനച്ചിട്ട് വെക്കും. അപ്പൊ നന്നായിട്ട് അഴുക്കുകളൊക്കെ ഇളക്കി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് ബ്ലീച്ചിങ് സൊല്യൂഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻഫെക്ഷനും മറ്റും മാറാൻ വേണ്ടിയിട്ടൊക്കെയാണ് ബ്ലീച്ചിങ്, അണുക്കളെ നശിപ്പിക്കുന്നതാണത്. സോ ഒരു 5% ബ്ലീച്ചിങ് സൊല്യൂഷനിൽ 30 മിനിറ്റ്സ് നമ്മൾ ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ സോക്ക് ചെയ്ത് വെക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് വീണ്ടും വാഷ് ചെയ്യുന്നത്. The solid linen should be bundled and every should be made. The infected linen എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ സോളിഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ ഇളക്കി കഴിഞ്ഞിട്ട് അതൊരു ബണ്ടിലാക്കിയിട്ട് നമ്മൾ കെട്ടിവെക്കുന്നു. ടൈറ്റ് ചെയ്തൊന്ന് ബണ്ടിൽ ചെയ്ത് വെക്കാന്ന് വെച്ചാൽ ഒരുമിച്ചൊന്ന് കൂട്ടി വെക്കുന്നു. The infected linen should be accounted for and hand over separately. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്ത് ബണ്ടിൽ വെച്ചിട്ട് അത് ഹാൻഡ് ഓവർ ചെയ്ത് വെക്കുന്നു. At this stage, linen should also be inspected to tears and damage. Tears and damage ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ അലക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഈ തുണിത്തരങ്ങളൊന്ന് പരിശോധിക്കും. ചിലപ്പോൾ അലക്കിയപ്പോ എല്ലാ തുണികൾ വിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസ് പറ്റിയിട്ടുണ്ടോ എന്ന് കൂടി ആ ഒരു സ്റ്റേജിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ടിയേഴ്സ് ആൻഡ് ഡാമേജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കേടുപാടുകൾ വരിക എന്നുള്ള ഒരു മീനിങ് ആണ്. ഇപ്പൊ ചില തുണികളൊക്കെ നമ്മൾ മിഷ്യത്തിൽ ഇടുമ്പോൾ ചിലപ്പോൾ കീറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇല്ലേ? നല്ല രീതിയിൽ വാഷ് ചെയ്ത് വരുമ്പോൾ അത് കട്ടി കുറഞ്ഞ തുണിത്തരങ്ങളൊക്കെ ആണെങ്കിൽ കീറിപ്പോകാം, അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും അതിന്റെ തുന്നലുകളൊക്കെ വിട്ടിട്ടുണ്ടാകാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഈ അലക്കി കഴിഞ്ഞ് വരുമ്പോൾ ശ്രദ്ധിക്കണം. ഇതാണ് രണ്ടാമത്തെ പ്രോസസ്സിൽ അവർ ചെയ്യുന്നത്. ഫസ്റ്റ് സോർട്ട് ചെയ്യുന്നു, തുണികൾ വേർതിരിച്ചു വെച്ചു. ദെൻ സെക്കൻഡ് സ്റ്റേജിൽ തുണികൾ കഴുകാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? അഴുക്കുള്ളതും ഇൻഫെക്റ്റഡ് ആയതും അല്ലാത്തതുമായിട്ടുള്ള തുണിത്തരങ്ങൾ സെപ്പറേറ്റ് ചെയ്തു. ഇൻഫെക്റ്റഡ് ആയത് ബ്ലീച്ചിങ് സൊല്യൂഷൻസിൽ ഒരു 30 മിനിറ്റ് അവർ സോക്ക് ചെയ്ത് വെച്ചിട്ട് അലക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അവര് ഇൻഫെക്ഷൻ ആയിട്ടുള്ളത് ഒരു ബണ്ടിലാക്കി വെച്ചു, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു.
ദെൻ ആ ഒരു സ്റ്റേജിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അല്ലെങ്കിൽ തുണിക്ക് ഡാമേജ് ഉണ്ടോ പിന്നലുകൾ വന്നിട്ടുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുന്നു. രണ്ട് പ്രോസസ് ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? ഈ പ്രോസസ്സ് നമ്മൾ വായിക്കുമ്പോ തന്നെ പഠിച്ചു പോകണം കേട്ടോ. സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ മാക്സിമം 4 പ്രോസസ് ഉള്ളൂ, അത് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചിരിക്കണം. ഓക്കെ, നമുക്കത് എന്തായാലും പഠിക്കാം കേട്ടോ. അപ്പൊ മൂന്നാമത്തെ കാര്യം, അപ്പൊ അലക്കി എല്ലാം ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അവര്. ഇനി മൂന്നാമത് ചെയ്യാൻ പോകുന്നത് വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്. അലക്കിയത് നമ്മൾ സോർട്ട് ചെയ്താണല്ലോ വെച്ചത്, ഓൾറെഡി മുക്കിയൊക്കെ വെച്ചു അലക്കിയത്. വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ് ആൻഡ് അയണിങ്. അപ്പോ അലക്കി വൃത്തിയായിട്ടുള്ള തുണികൾ നമ്മൾ എന്ത് ചെയ്തു? എക്സ്ട്രാക്ട് ചെയ്തു. എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എക്സ്ട്രാക്ട് മീൻസ് പിഴിഞ്ഞ് ഡ്രയറിലൊക്കെ ഇട്ട് ഉണങ്ങിയൊക്കെ വന്നു. അത് കണ്ടീഷൻ ചെയ്തു, അയണിങ് ചെയ്തു. The linen should be washed, taken out, conditioned. ഇത് കഴിഞ്ഞു, കണ്ടീഷൻ ചെയ്തു, അയൺ ചെയ്തു. ബൈ ലോണ്ടറി സ്റ്റാഫ്. ലോണ്ടറി സ്റ്റാഫ് വാഷ് ചെയ്തു, കണ്ടീഷൻ ചെയ്തു, അയൺ ചെയ്തു, തേച്ച് നല്ല സെറ്റ് ആക്കി വെച്ചു. ഇൻഫെക്റ്റഡ് ലിനൻ ഷുഡ് ബി വാഷ്ഡ് സെപ്പറേറ്റ്ലി. അപ്പോഴും വീണ്ടും പറയുകയാണ്, ഇൻഫെക്ഷൻ ആയിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ടാണ് വാഷ് ചെയ്യുന്നത്. Then last one, അലക്കി നമ്മൾ തേച്ചൊക്കെ വെച്ചിട്ട് പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ് അല്ലെ, പ്രസ് ചെയ്തു മടക്കി വെച്ചു തുണിത്തരങ്ങള് അലക്കി ഉണക്കി തേച്ചു മടക്കി. Pressing and folding. Pressed and folded clean linen should be stored in a dry place on rack. അല്ലെ, നമ്മള് എന്താണ് തുണിത്തരങ്ങൾ കഴുകി നമ്മൾ ഉണക്കി അത് അയൺ ചെയ്തു, പ്രസ് ചെയ്തു, ഫോൾഡ് ചെയ്തിട്ട് റാക്കുകളിൽ വെച്ചു. റാക്ക് എന്ന് വെച്ചറിയാലോ, ഷെൽഫുകൾ പോലെ ഉണ്ടാവില്ലേ തുണികൾ വെക്കാനായിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് റാക്കുകൾ. സോ ആ റാക്കില് തുണികൾ മടക്കി സെറ്റ് ചെയ്ത് വെച്ചു. Clean linen should be shifted, transported on a clean trolley to various area. Clean ചെയ്തിട്ടുള്ള എല്ലാ തുണിത്തരങ്ങളും നമ്മൾ മടക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ തുണിത്തരങ്ങള് എന്ത് ചെയ്തു? ട്രാൻസ്പോർട്ടില് മീൻസ് നമ്മൾ പറഞ്ഞൊരു ട്രോളി ഉണ്ടെന്ന് അവിടെ അല്ലെ. ഷുഡ് ബി ഷിഫ്റ്റഡ് എ ക്ലീൻ ട്രോളി. തുണിത്തരങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രോളിയില് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് വേരിയസ് ഏരിയ, ഹോസ്പിറ്റലിൽ ഇപ്പോൾ വാർഡിലേക്കാണോ, ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ, അങ്ങനെ ഓരോ ഏരിയയിലേക്ക് നമ്മൾ തുണിത്തരങ്ങൾ അലക്കി ക്ലീൻ ചെയ്ത് എത്തിച്ചു കൊടുത്തു. ഇത്രയുള്ള ഒരു പ്രോസസ്സ്. നമ്മൾ വീട്ടിൽ നോർമലി അലക്കുന്ന ഒരു പ്രോസസ്സ് ആലോചിക്കുക അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഓരോ റൂമിൽ പോയിട്ട് ഓരോരുത്തരുടെ ഡ്രസ്സ് കളക്ട് ചെയ്തെടുക്കും, അല്ലെങ്കിൽ ഒരുമിച്ചിട്ടിട്ടുണ്ടാകും. ദെൻ നമ്മൾ അലക്കാൻ പോകുമ്പോഴൊക്കെ ചിലപ്പോൾ അതിൽ അഴുക്കുള്ളത് മാറ്റും, വൈറ്റ് ആണെങ്കിൽ മാറ്റി വെക്കും, അത് സെപ്പറേറ്റ് ചെയ്ത് അലക്കും. ഇനി അധികം കറയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊന്ന് ഡിറ്റർജന്റ് ഇട്ട് മുക്കി അരമണിക്കൂറൊക്കെ വെക്കും അല്ലെ. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? അലക്കി കഴിഞ്ഞു, അത് എക്സ്ട്രാക്ട് ചെയ്ത് അയൺ ചെയ്ത് മടക്കി നമ്മുടെ അലമാരയിലേക്കാണ് വെക്കുന്നത്. ഇവിടെ ബാക്കിയാണ് വെക്കുന്നത്. ഓക്കെ, ദെൻ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടു കൊടുത്തു. നമ്മളെ വീട്ടിൽ അങ്ങനെ തന്നെയല്ലേ, തുണിയെല്ലാം കൂടി ഒരുമിച്ച് മടക്കിയിട്ട് ഓരോരുത്തരുടെയും റൂമിലേക്ക് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും തുണിത്തരങ്ങള് അവരുടെ ഡ്രസ് സെപ്പറേറ്റ് ചെയ്ത് മടക്കി വെക്കും ഇല്ലേ? ഇതൊക്കെ ഈ നമ്മളെ വീട്ടിൽ ചെയ്യാറുള്ള കാര്യങ്ങളല്ലേ? ആണോ? ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. പഠിച്ചല്ലോ ഒരു പ്രോസസ്സ്? പഠിച്ചോ? കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സിമ്പിൾ അല്ലേ? ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ പഠിച്ചു പോവാം. ഇനി പ്രസ്സിംഗ് സോളിഡ് ലിനൻ കേട്ടോ. പ്രോസസ്സിംഗ് നമ്മളിപ്പോ പറഞ്ഞ പ്രോസസ്സിന് ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിരിക്കുകയാണ്. സോർട്ടിങ് ചെയ്യുന്നു, സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്, വാഷിംഗ്, എക്സ്ട്രാക്ടിംഗ്, കണ്ടീഷനിങ്, അയണിംഗ്, പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിംഗ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് ആണ് അല്ലെ. ഇത് വായിച്ചു നോക്കി. ഇനി നിങ്ങൾ ആ പ്രോസസ്സ് വായിക്കാം കേട്ടോ. വായിക്കുന്നതിനോടൊപ്പം പഠിച്ചിരിക്കണം. ഓക്കെ, വായിക്കുമ്പോൾ നമുക്ക് മാക്സിമം പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ആ വായിക്കുന്ന ടൈമിൽ തന്നെ കുറച്ചൊന്ന് ഫോട്ടോ എടുത്താൽ അത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ പിന്നീട് നിങ്ങൾ എക്സാം പഠിക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ട് തോന്നുകയില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും. എല്ലാം അങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളതല്ലേ. മാക്സിമം അങ്ങനെ നോക്കാം കേട്ടോ.
ഫ്ലോ ചാർട്ട് കൂടി ഒന്ന് നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് തന്നെയാണ് ഫ്ലോ ചാർട്ടിൽ പറയുന്നത് കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ പ്രോസസ്സ്? ഇങ്ങനെയാണ് ലോണ്ടറിയിലെ പ്രോസസ്സ്. കംപ്ലീറ്റ് ചെയ്തല്ലോ? വായിച്ചു, പഠിച്ചോ? ഓക്കെ. നെക്സ്റ്റ് നോക്കാം. കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റിന് ടിപ്പിക്കലി ലോണ്ടറി, ഒരു ലോണ്ടറിയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണല്ലേ, കുഴപ്പമില്ല കേട്ടോ, ഒന്നുകൂടി കേട്ടിരിക്കാം. വാഷിംഗ് മെഷീൻ ഉണ്ട്, ഹാൻഡ് അയൺ, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, എയർ കംപ്രസർ. ഹാൻഡ് അയൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, നമുക്ക് പോർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, മീൻസ് ഈ തേപ്പൂട്ടി പോലെ തന്നെ തേപ്പൂട്ടി പ്ലഗ് ഒക്കെ കുത്തണല്ലോ, ഒരു ബാറ്ററിയിൽ നമുക്ക് പോർട്ടബിൾ ആയിട്ട് എവിടെയും ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഇതാണ് ഹാൻഡ് അയൺ എന്ന് പറയുന്നത് കേട്ടോ. Then dryer, then distribution trolley, air compressor, ഇതുപോലെ വെള്ളം ഇതൊക്കെ വലിച്ചെടുക്കുന്ന കംപ്രസർ. Then sewing machine എന്ന് വെച്ചാൽ നമ്മുടെ തയ്യൽ മെഷീൻ ഇല്ലേ, അത്. Then ഇത്രയും എക്യുപ്മെന്റ് ആണ് നമ്മൾ കോമൺ ആയിട്ട് ലോണ്ടറിയിൽ അവർ ഉപയോഗിക്കുന്നത്. അടുത്തത് നോക്കാം. Soiled or contaminated laundry handling is very vital for safety and well-being of patients and staff. Patients എന്നാണോ കിടക്കുന്നത് നിങ്ങളുടെ PDF-ല്? പേഷ്യൻസ് എന്നാണോ? ഒന്ന് ചെക്ക് ചെയ്ത് പെട്ടെന്ന്. ബീയിങ് ഓഫ് എങ്ങനെയാ കിടക്കുന്ന സ്പെല്ലിംഗ്? പേഷ്യൻസ് എന്ന് കറക്റ്റ് ആയിട്ടാണോ? അല്ല. ഓക്കെ, അത് പേഷ്യൻസ് എന്നാണ് കേട്ടോ. DENCNTS എന്നാണ് കിടക്കുന്നത്. പേഷ്യൻസ് ആണ് അവിടെ കേട്ടോ. കറക്റ്റ് ചെയ്യാട്ടോ, പേഷ്യൻസ് എന്നാക്കാം അല്ലെ. അപ്പൊ സോയിൽഡ് ആൻഡ് കണ്ടാമിനേറ്റഡ് ലോണ്ടറി, മലിനപ്പെട്ട ഒരു അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള മലിനീകരണമായിട്ടുള്ള ഒരു എന്താ പറയാ ലോണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു റോളാണ് അല്ലെ. സേഫ്റ്റി, വെൽബീയിങ്, പേഷ്യൻസിനും സ്റ്റാഫിനും ഇങ്ങനെയുള്ള ഒരു കൈകാര്യം ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഇൻഫെക്ഷൻസ് മെറ്റീരിയലുകൾ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റാഫിനും അവരുടെ സുരക്ഷയ്ക്കും, സ്റ്റാഫുകളുടെയും പേഷ്യൻസിന്റെയും സുരക്ഷയ്ക്ക് ഒരു ഹാൻഡിൽ ചെയ്യുന്നത് ഒരു വൈറ്റൽ മീൻസ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. Then linen that comes in contact with the workers or individuals can become contaminated with injuries, microorganisms and blood fluids. Already പറഞ്ഞു അല്ലെ. അതായത് ഈ ലിനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലുകളിലെ ലിനനുകള് അത് വിത്ത് വർക്കേഴ്സും ഇൻഡിവിജ്വൽ ക്യാൻ ബിക്കം മീൻസ് ഇൻഡിവിജ്വലിന്റെ ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളായിരിക്കുന്നു. അതായത് വിത്ത് ഇഞ്ചുറീസ്, ഇപ്പൊ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ പറ്റിയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം സൂക്ഷ്മാണുക്കളൊക്കെ ഉണ്ടാവുന്ന ഈ തുണിത്തരങ്ങളില്ലേ. കാരണം നമ്മൾ പറഞ്ഞു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ചില അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നില്ല അല്ലെ. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസംസ് ഈ തുണിത്തരങ്ങളിൽ ഉണ്ടാകുന്നു. ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ബ്ലഡ് ഫ്ലൂയിഡ്സ്, ശരീരദ്രവങ്ങള്. ഇപ്പൊ നമ്മൾ പറഞ്ഞു യൂറിൻ ആവാം, ബ്ലഡ് ആകാം, മറ്റു ശരീര ഫ്ലൂയിഡ്സുകളും മറ്റും എന്ത് വരുന്നു, തുണികളിൽ ഉണ്ടാകുന്നു. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE ഇനി അണ്ടർലൈൻ ചെയ്യുന്നല്ലോ, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലെ. സോ PPE മസ്റ്റ് ബി വോൺ വെൻ ഇൻഫെക്ഷൻ ഇസ് ഹാൻഡിൽഡ്. അതിനാൽ നമ്മൾ ഇൻഫെക്ഷൻ ആയിട്ടുള്ള തുണിത്തരങ്ങള് ഹാൻഡിൽ ചെയ്യുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഉപയോഗിക്കണം. ഓൾ ഇൻഫെക്റ്റഡ് ലിനൻ മസ്റ്റ് ബി വാഷ്ഡ് സെപ്പറേറ്റ്ലി ടു അതർ ഐറ്റം. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങള് വാഷ് ചെയ്യുമ്പോൾ മറ്റു തുണികളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യുവാൻ. ഓൾറെഡി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് മെയിൻ ആയിട്ട് പറയുന്നത്? നമ്മൾ പറഞ്ഞു മൈക്രോ ഓർഗാനിസംസും ബ്ലഡ് ഫ്ലൂയിഡ്സ് ഒക്കെ ഉള്ള തുണിത്തരങ്ങളായിരിക്കും കൈകാര്യം ചെയ്യേണ്ടത്. സോ ഇത് വാഷ് ചെയ്യുന്ന ടൈമില് PPE ധരിക്കുക, അതുപോലെ തന്നെ എന്താണ് സെപ്പറേറ്റഡ് ആയിട്ട് അത് വാഷ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോണ്ടറി കളക്റ്റഡ്? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പലതരത്തിൽ ലോണ്ടറികൾ കളക്ട് ചെയ്യുന്നത്, തുണിത്തരങ്ങൾ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. യൂസ്ഡ് ലിനൻ, ഫസ്റ്റ് വൺ യൂസ്ഡ് ലിനൻ. യൂസ്ഡ് ലിനനിൽ എന്താണ് പറയുന്നത് നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ എ പേഷ്യന്റ് കെയർ ബട്ട് ഈസ് നോട്ട് അപ്പാരന്റ്ലി പെയ്ഡ് അല്ലെ. ഇത് യൂസ്ഡ് ലിനൻ എന്ന് പറയുന്നത്
രോഗി പരിചരണത്തിന് പേഷ്യൻസിന് വേണ്ടി കൊടുത്തിട്ടുള്ള ലിനനുകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങൾ. പക്ഷെ അത് ടൈറ്റഡ് ഒന്നും അല്ലാതെ മലിനപ്പെട്ടിട്ടൊന്നുമില്ല. എക്സാമ്പിൾ അപ്പൊ എന്തായിരിക്കും, ചിലപ്പോ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ആയിരിക്കും, വേറെ ബ്ലഡ് ഫ്ലൂയിഡ്സോ അങ്ങനെ ഒന്നും വന്നിട്ടില്ലാത്ത മലിനപ്പെടാത്തതായിട്ടുള്ള തുണിത്തരങ്ങൾ. അടുത്തത് പറയുന്നത് സോയിൽഡ് ലിനൻ, മലിനമായ തുണിത്തരങ്ങൾ. This type of linen has been contaminated or tainted as they come in contact with the blood, fluids, then secretions or exertions. എന്തൊക്കെയാണ് അപ്പോ ഇത് സോളിഡ് ആയിട്ടുള്ളതാണ്, മലിനപ്പെട്ട തുണികൾ അല്ലെ. ബ്ലഡ് ആകാം, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ്, ശരീരസ്രവങ്ങൾ കൊണ്ട് മലിനപ്പെട്ടതാകാം, അല്ലെങ്കിൽ സെക്രഷൻ ഓർ എക്സ്കർഷൻ. എന്ത് സെക്രഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ സ്രവങ്ങളൊക്കെ ഇപ്പോ എന്തെങ്കിലും സലൈവയോ അങ്ങനെ എന്തെങ്കിലും യൂറിനൊക്കെ ഉൾപ്പെടാം. ദെൻ എക്സ്കർഷൻ എന്ന് വെച്ചാൽ വിസർജ്യങ്ങള്. ഇപ്പൊ നമ്മള് കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാവാലോ, അവർ ചിലപ്പോ ബെഡിൽ തന്നെ മീൻസ് അവർക്ക് ടോയ്ലറ്റിപ്പോ അങ്ങനെ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്സ്കർഷൻസുകൾ വിസർജ്യങ്ങൾ ഉണ്ടാകാം. അപ്പോ അങ്ങനെയുള്ളതാണ് സോയിൽഡ് ലിനനിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, യൂസ്ഡ് ലിനനില് പേഷ്യന്റിന് ഉപയോഗിച്ചിട്ടുള്ളത്, പക്ഷെ അതില് പ്രത്യേകിച്ച് അങ്ങനെ ഇൻഫെക്ഷൻസ് ഒന്നും വരാത്ത തരത്തിലുള്ള തുണികൾ. സോയിൽഡ് ആകുമ്പോൾ അതിൽ ബ്ലഡ് ഉണ്ടാകാം, ബോഡി ഫ്ലൂയിഡ്സും സ്രവങ്ങൾ ഉണ്ടാകാം, വിസർജ്യങ്ങളൊക്കെ ഉണ്ടാകാം. ഓക്കെ, ഇനി മൂന്നാമതായിട്ടുള്ളത് ഇൻഫെക്റ്റഡ് ലിനൻ, ഇൻഫെക്ഷൻ ആയിട്ടുള്ള തുണികൾ. This type of linen can be used or soiled linen. ഇത് ഈ ഒരു ഇൻഫെക്റ്റഡ് ലിനനില് ഉപയോഗിച്ച ലിനൻ ആകാം, അല്ലെങ്കിൽ മലിനപ്പെട്ട ലിനൻ ഉൾപ്പെടാവുന്നത്. From a patient with a known or suspected infection. സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇൻഫെക്ഷൻ സംയോജിക്കുക എന്നാണ് സസ്പെഷന്റെ മീനിങ്. അതായത് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ളത്, ഇപ്പൊ പേഷ്യന്റ് ഉപയോഗിച്ച തുണികളാകാം, മലിനപ്പെട്ട തുണികളാകാം, അതില് ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ചില അസുഖങ്ങളൊക്കെ വരുമ്പോഴേ അവർക്കത് ഇൻഫെക്ഷൻ മറ്റൊരാൾക്കൊക്കെ പകരുന്ന പകർച്ചവ്യാധികളും മറ്റൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അത് ഇൻഫെക്ഷൻ ആണ്. അവർ ഉപയോഗിച്ച തുണിത്തരങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഇൻഫെക്ഷൻ വരും. ഓക്കെ, അത് പേഷ്യന്റ് ഉപയോഗിച്ചതാകാം, അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണികൾ. അതാണ് ഇൻഫെക്ഷൻ ലിനനിൽ പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ തിയേറ്റർ ലിനൻ, നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന തുണികൾ. യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഓർ സർജിക്കൽ പ്രൊസീജിയേഴ്സ്. സർജിക്കലിന് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഉപയോഗിക്കുന്നതാണ് തിയേറ്റർ ലിനനിൽ ഉൾപ്പെടുന്നത്. 4 ടൈപ്പ് ഓഫ് ലിനൻ ആണ് പറഞ്ഞത്. യൂസ്ഡ് ലിനൻ, സോളിഡ് ലിനൻ, ഇൻഫെക്റ്റഡ്, ദെൻ തിയേറ്റർ ലിനൻ. ഒന്ന് വായിച്ചു നോക്കി, പെട്ടെന്ന് വായിക്കാം കേട്ടോ. 4 പോയിന്റ് ആണ്, സിമ്പിൾ ആണ്, മനസ്സിലാക്കി വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, 4 ടൈപ്പ് നോക്കിയോ, ഇങ്ങനെയൊക്കെയാണ് തുണിത്തരങ്ങള്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഷുഡ് ബി സേഫ് ഫ്രം പൊട്ടൻഷ്യലി ഇൻഫെക്ഷസ് മെറ്റീരിയൽ. അല്ലെ, നമ്മൾ ഇൻഫെക്ഷൻ ആയിട്ടുള്ള മെറ്റീരിയൽ നിന്നും സേഫ് ആയിരിക്കണം.
ആസ് വെൽ ആസ് ഫോർ ഗുഡ് ഹൈജീനിക് പ്രാക്ടീസസ്. അതുപോലെ തന്നെ ഗുഡ് ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എപ്പോഴും PPE ധരിക്കുക, അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള നല്ലൊരു ശുചിത്വ സമ്പ്രദായങ്ങൾ നമ്മൾ പാലിക്കണം. ഗുഡ് ഹൈജീനിക്. You should always use gloves when handling tainted or contaminated laundry. അല്ലേ, നമ്മള് contaminated ആയിട്ടുള്ള അല്ലെങ്കിൽ tainted ആയിട്ടുള്ള മലിനപ്പെട്ടിട്ടുള്ള തുണികൾ എടുക്കുമ്പോൾ ഗ്ലൗസ് ധരിച്ചിരിക്കണം. Then should remove to change to clean gloves before handling clean laundry. നമ്മള് അഴുക്കായിട്ടുള്ള മലിനപ്പെട്ടിട്ടുള്ള ഇൻഫെക്ഷൻ ആയിട്ടുള്ള തുണികൾ അലക്കാൻ കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഗ്ലൗസ് ധരിക്കുക. Then വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ആയിട്ടുള്ള തുണികൾ എടുത്തു വെക്കുവാനായിട്ട് ആ ഗ്ലൗസ് മാറ്റിക്കൊണ്ട് വേണം നമ്മൾ എടുത്തു വെക്കുവാൻ. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും പണികൾ ചെയ്തു, അപ്പൊ നമ്മൾ ആ ഗ്ലൗസ് ധരിക്കും. then അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗ്ലൗസ് മാറ്റും, അല്ലേ, നോർമലി നമ്മൾ ചെയ്യുന്നത് തന്നെ. then if a person has a contagious diseases or is on contact precautions, അല്ലെ, ഈ കണ്ടേജിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഇൻഫെക്ഷൻ തന്നെയാണ് ഇപ്പൊ കണ്ടേജിയസ് മീനിങ് വരാം. ഇഫ് എ പേഴ്സൺ ഹാസ് എ കണ്ടേജിയസ് ഡിസീസസ് ഓർ ഓൺ കോണ്ടാക്ട് പ്രിക്കോഷൻസ്, അല്ലെ, അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു പേഴ്സണ് ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് ഇൻഫെക്ഷൻ ഉള്ള വ്യക്തികളാണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ പകർച്ചവ്യാധിയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യാം? ക്ലോത്ത് ഷുഡ് ബി വാഷ്ഡ് സെപ്പറേറ്റ്ലി. അവരുടെ ഡ്രസ്സുകള് സെപ്പറേറ്റ് ആയിട്ട് വേണം വാഷ് ചെയ്യുവാൻ, അല്ലെ. ചില അസുഖങ്ങളൊക്കെ വരുമ്പോൾ പകരാനുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്, അല്ലെ. പെട്ടെന്ന് പകരുന്ന അസുഖങ്ങളൊക്കെ ആണെങ്കിൽ ഡ്രസ്സൊക്കെ എന്ത് ചെയ്യണം? അവരുടെ മാത്രമായിട്ട്, വേറെ ആരുടെയും വസ്ത്രങ്ങൾ ഒരുമിച്ച് കൂടി കലക്കാൻ പാടില്ല. എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാഷ് ചെയ്യുക. The washing machine must then be disinfected after washing. അപ്പോ ഇങ്ങനെ പകർച്ചവ്യാധികളോ എന്തെങ്കിലും അസുഖമുള്ള അവരുടെ ഡ്രസ്സുകളാണ് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഉപയോഗിച്ചതെങ്കിൽ ഉപയോഗശേഷം വാഷിംഗ് മെഷീൻ എന്താണ് അണുവിമുക്തമാക്കുക. അതുപോലെ എന്തെങ്കിലും നമ്മൾ ഡെറ്റോളോ അല്ലെങ്കിൽ അതുപോലെ ബ്ലീച്ചിങ് സൊല്യൂഷൻ ഒക്കെ ഇട്ടിട്ട് വേണം ആ വാഷിംഗ് മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം എന്തെങ്കിലും ചെറിയ രീതിയിൽ അണുക്കൾ വാഷിംഗ് മെഷീനിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെ. ഈ തുണികൾ ഇളക്കിയതാണല്ലോ. അപ്പോ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും അണുക്കൾ ഉണ്ടാവും, അല്ലെ. നമ്മള് സൂക്ഷ്മാണുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? ഒന്ന് ഡിസിൻഫെക്റ്റഡ് ചെയ്തിട്ട് വേണം അടുത്ത തുണിത്തരങ്ങൾ അതിലേക്ക് ഇടുക. ഓക്കെ, ജസ്റ്റ് എന്താണെന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം. സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. ഇൻഫെക്റ്റഡ് ലിനൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. നോക്കാം. All linen used should be collected in each department ward and segregated into potentially. Segregated എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക, വേർതിരിക്കുക. ഉപയോഗിച്ച ശേഷമുള്ള തുണിത്തരങ്ങൾ നമ്മൾ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ് വാർഡിൽ നിന്നും മറ്റും എന്ത് ചെയ്യാം? നമ്മളത് വേർതിരിക്കുക, അല്ലെങ്കിൽ ശേഖരിച്ചിട്ട് അതിന് സോർട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ. Then ഇൻഫെക്റ്റീവ് ആൻഡ് നോൺ പൊട്ടൻഷ്യലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവരെയും ഇൻഫെക്ഷൻ അല്ലാത്ത തുണിത്തരങ്ങളെയും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. പ്ലേസ് tainted linen into a clearly labeled and leak-proof container. എക്സാമ്പിൾ ബാഗ്, ബട്ടൺസ്, അല്ലെ. അതില് കറയുള്ളത് മലിനമായിട്ടുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യുക? ലേബൽ ചെയ്തുകൊണ്ട് ഒരു പ്രൂഫ് കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ബാഗിലോ സെപ്പറേറ്റ് ഒരു ബക്കറ്റിലോ മാറ്റി വെക്കാന്ന്. എന്നിട്ടൊന്ന് ലേബൽ ചെയ്യാവുന്ന ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞത് എഴുതി വെക്കുക, മാറ്റി വെക്കുക, സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഇൻ ദ പേഷ്യന്റ് കെയർ ഏരിയ, പേഷ്യന്റ് കെയർ ഏരിയയിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം തുണിത്തരങ്ങൾ. ഇപ്പൊ നമ്മൾ അലക്കിയിട്ട് നമ്മളിപ്പോ വേസ്റ്റ് ബിന്നിലൊക്കെ നമ്മൾ എഴുതൂലേ? ഇപ്പൊ പേപ്പർ വേസ്റ്റുകൾ മാത്രം ഉണ്ടെങ്കിൽ ആദ്യത്തെ വേസ്റ്റ് ബിന്നിലൊക്കെ നമ്മൾ എഴുതി വെക്കാറില്ലേ? വെക്കാറുണ്ടോ? ഇപ്പൊ ബോട്ടിൽസ് ആണെങ്കിൽ ബോട്ടിൽ ഉണ്ടാകും, അപ്പൊ അതുപോലെ നമ്മൾ ആ പേഷ്യന്റിന്റെ ഏരിയയില് ആ ഡ്രസ്സുകൾ മാറ്റി വെക്കുമ്പോൾ ഇൻഫെക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാം, ലേബൽ ചെയ്യാം. അപ്പൊ അതിലേക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണികൾ മാത്രം നിക്ഷേപിക്കാം. ഓക്കെ, then staff who collect, handle, dispose or transport soiled linen are at the high risk, അല്ലെ. അപ്പോ ഈ ലോണ്ടറിയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ അവരാണ് എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നു, തുണികൾ കളക്ട് ചെയ്യുന്നു, അത് ഹാൻഡിൽ ചെയ്ത് വാഷ് ചെയ്ത് ഡിസ്പോസൽ ചെയ്ത് ട്രാൻസ്പോർട്ട് ഒക്കെ ചെയ്യുന്നത് ആരാണ്? സ്റ്റാഫുകളാണ്, ലോണ്ടറിയിലെ സ്റ്റാഫുകൾ. സോ ദേ ആർ ഇൻ ഹൈ റിസ്ക്. അവര് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നത്. റിസ്ക് അല്ലേ? കാരണം എന്താണ്?
ഇതിനോട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവര് PPE-യും ഗ്ലൗസും മറ്റും ധരിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് വായിച്ചു നോക്കാം. ഈ 2 പാരഗ്രാഫ് കൂടി ഒന്ന് വായിക്കണം കേട്ടോ. ഫസ്റ്റത്തെ 2 പാരഗ്രാഫ് വായിച്ചില്ലല്ലോ, അതും നമ്മൾ ഇപ്പൊ എടുത്ത സെപ്പറേറ്റ് കളക്ഷനും കൂടി ഒന്ന് വായിക്കാം. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. സാനിറ്റൈസിങ് വാഷിംഗ് മെഷീൻസ്. വാഷിംഗ് മെഷീൻ സാനിറ്റൈസ് ചെയ്യാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനുശേഷം ഒന്ന് വാഷിംഗ് മെഷീൻ ഒന്ന് ഡിറ്റർജന്റ് ഒക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡെറ്റോളോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഡിസ്ഇൻഫെക്റ്റിംഗ് ആക്കുക. In order to prevent cross contamination, every washer be sanitized at least once a day. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വാഷിംഗ് മെഷീനുകൾ സാനിറ്റൈസ് ചെയ്യണം. കാരണം പലതരത്തിലുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസിന്റെ ഒക്കെ നമ്മൾ വാഷ് ചെയ്യുന്നത് അല്ലെ, ഇൻഫെക്ഷൻസുകളും മറ്റും മൈക്രോ ഓർഗാനിസംസും ഇൻഫെക്ഷൻസുകളൊക്കെ ഉണ്ടാകും. സോ എന്ത് ചെയ്യാം, ദിവസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ സാനിറ്റൈസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഈ തുണികള് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, ആ ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ മെയിൻ ആയിട്ട് 3 സിസ്റ്റമാണ് പറയുന്നത്. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഡീസെൻട്രലൈസ്ഡ്, മിക്സ്ഡ് ലിനൻ സർവീസസ്. ഈ സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും എവിടെയെങ്കിലും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഞാനാണോ നിങ്ങൾക്ക് എടുത്തത്? അതെ, ഞാൻ തന്നെയാണല്ലോ എടുത്തിരിക്കുന്നത്. ഓർക്കുന്നുണ്ടോ? സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും ആരും ഓർക്കണില്ല. ഫസ്റ്റ് മൊഡ്യൂളിലാണ്. ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ നിങ്ങൾ എക്സാം കഴിഞ്ഞപ്പോ മറന്നിരിക്കുകയെന്ന് തോന്നുന്നു. ആണോ? മെയിൻ എക്സാം ഉണ്ട് കേട്ടോ. CSST പഠിച്ചിട്ടുണ്ട്. ഓക്കെ, CSST ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, ഞാൻ എടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സെൻട്രലൈസ്ഡ് ഡീസെൻട്രലൈസ്ഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെറിയൊരു കോഡൊക്കെ വെച്ചാണ് നിങ്ങളോട് പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ അത്? ആരും ഓർക്കണില്ല. ക്ലാസ് ഒന്നും ആർക്കും ഓർമ്മയില്ല അല്ലെ? നമ്മൾ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററില് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റും ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ? സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഒരാൾ ഓർക്കുന്നുണ്ട്, ബാക്കി ആർക്കും ഓർമ്മയില്ല കേട്ടോ. ഞാനൊക്കെ ഒരു കോഡൊക്കെ വെച്ചിട്ട് പറഞ്ഞു. കോഡല്ല, ജസ്റ്റ് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്താണ് കോഡൊക്കെ ഓർമ്മയുണ്ടോ? അപ്പൊ നിങ്ങൾ ക്ലാസ് ഒന്നും ശരിയായ രീതിയിൽ കേൾക്കുന്നില്ല എന്നാണോ, അല്ലെങ്കിൽ ഓർമ്മയില്ല പഠിച്ച കാര്യങ്ങള്? സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും നമ്മൾ അന്ന് പഠിച്ചപ്പോൾ ഒരു കോഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് പഠിച്ചത്. അപ്പൊ ഓർമ്മയില്ല. ഓക്കെ, കുഴപ്പമില്ല, പോട്ടെ. സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് ആണ് നമ്മൾ അതിൽ പഠിച്ചത് അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും നമ്മളൊരു കോഡ് പോലെ പറഞ്ഞു. സെൻട്രലൈസ്ഡ് AC ഓർക്കുന്നുണ്ടോ? ഇപ്പൊ എങ്കിലും ഓർക്കുന്നുണ്ടോ? സെൻട്രലൈസ്ഡ് AC എന്ന് പറഞ്ഞു.
ടോട്ടലി കോമൺ ആയിട്ടുള്ള ഒരു AC, സെപ്പറേറ്റഡ് അല്ല. ഓക്കെ, ഇപ്പൊ ഓർമ്മ വന്നിട്ടോ, ഒരാൾക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഓർമ്മ വന്നല്ലോ, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ഡീസെൻട്രലൈസ്ഡ് AC. സെൻട്രലൈസ്ഡ് AC എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് ഒറ്റ AC ആണ് എല്ലാ റൂമിലേക്കും നമുക്ക് AC ഉള്ളത്. ഡീസെൻട്രലൈസ്ഡ് എന്നാകുമ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ റൂമുകളും സെപ്പറേറ്റ് AC. ഓക്കെ, അവിടെ ഞാൻ കോഡ് പറഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ആ ഒരു മീനിങ് തന്നെയാണ് ഇവിടെ പറയുന്നത്. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എന്താണ് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻസിൽ പറയുന്നത് നോക്കാം. Issuing of linen and linen circulation is usually controlled by central room. This facilitates better control over the staff. അപ്പോ ഇത് കൺട്രോൾ ചെയ്യുന്നത് ഒരു സെൻട്രൽ റൂം ആണെന്ന്. അതായത് ഒരു എന്താ പറയാ, ഒരു ഒറ്റ, അതായത് ഇപ്പൊ ഒരു എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഒരൊറ്റ റൂമിൽ നിന്നാണ്, ഒരൊറ്റ സ്റ്റോർ ആണ്. ആ ഒരു അതിനാണ് സെൻട്രൽ റൂം എന്ന് വിളിക്കുന്നത്. സോ ആ ഒരു ഒറ്റ സ്റ്റോറിൽ നിന്നാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിസ്ട്രിബ്യൂഷൻസ് ചെയ്യുന്നത്, ഒറ്റ സ്റ്റോറിൽ നിന്ന്. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടൊന്നും വെക്കുന്നില്ല. ഒറ്റ സെൻട്രൽ റൂം ആണ്. ഒറ്റ ഒരു സ്റ്റോർ റൂമിൽ നിന്നും നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും തുണികൾ കൊടുക്കുന്നു, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. This facilitates a better control over the staff. So ഇത് എന്താണ്, ജീവനക്കാർക്ക് ഒരു കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുമ്പോൾ അവിടെ ഒരാളെ വേറെ നമ്മൾ അതിന്റെ ഡ്യൂട്ടി എടുപ്പിക്കേണ്ടതായിട്ട് വരും. ഇത് ഒരു സെൻട്രൽ റൂം, ഒറ്റ ഒരു സ്റ്റോറേജിൽ നിന്നാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും തുണികൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഡീസെൻട്രലൈസ്ഡ് എന്തായിരിക്കും? ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മീനിങ്? ഓപ്പോസിറ്റ്. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ സെൻട്രൽ റൂമിൽ നിന്നാണ് നമ്മൾ എല്ലാ ഏരിയയിലേക്കും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പൊ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ്? ഒന്നിൽ കൂടുതൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറിംഗ് റൂമാണ് ഉണ്ടായിരിക്കുന്നത്. നോക്കാം, ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ്. അണ്ടർ ദിസ് സിസ്റ്റം the different unit, പല യൂണിറ്റുകളാണെന്ന്, such as വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ എക്സെട്ര. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും തുണികൾ ആ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോ വാർഡിലാണെങ്കിൽ അവിടേക്കുള്ള തുണികൾ മാത്രമായിരിക്കും അവിടെ ഡിസ്ട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കുന്നത്. അവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ടാകും. are allotted when needed quotas of linen articles. quotas എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള തുണികൾ, ഇത്ര കോട്ട തുണികൾ നമുക്ക് വേണം അല്ലേ. അപ്പോ ഇപ്പോ വാർഡിലേക്കാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ അതാത് യൂണിറ്റുകൾ, ഡിഫറെന്റ് യൂണിറ്റുകളിലേക്കാണ് നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള തുണികൾ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആണോ? സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും ക്ലിയർ ആണോ? സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാല് ഒറ്റ സ്റ്റോറിംഗ് റൂമിൽ നിന്നാണ് എല്ലായിടത്തോട്ടും വിതരണം ചെയ്യുന്നത്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ അത് ഓരോ സെപ്പറേറ്റ് ആയിട്ട്, ഇപ്പൊ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, അവിടെ സെപ്പറേറ്റ് ആയിട്ട് അവർക്കുള്ളത് മാത്രമാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, മൂന്നാമതായിട്ട് പറയുന്നത് മിക്സഡ് ലിനൻ സർവീസ്. ഇത് രണ്ടും കൂടി മിക്സപ്പ് ആയിട്ടുള്ളത്, സെൻട്രലിലും ഉണ്ട് ഡീസെൻട്രലിലും ഉണ്ട്, മിക്സപ്പ് ആയിട്ടുള്ളത്. ലിനൻ സപ്ലൈ ഓഫ് സർട്ടൈൻ സ്പെഷ്യൽ ഏരിയ ആർ ഡൺ ഓൺ ബേസിക് ഡീസെൻട്രലൈസേഷൻ. ചില ഏരിയയിൽ ഡീസെൻട്രലൈസേഷൻ തന്നെയായിരിക്കും, അതാത് ഏരിയകളിൽ അവർക്കുള്ള സ്റ്റോറേജുകളാണ് നമ്മൾ ചെയ്യുന്നത്. ബട്ട് ദ റെസ്റ്റ് ഓഫ് അതർ ഏരിയ ഫോളോ സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈ. ചില ഏരിയകൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളതും ചില സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയകൾ ഡീസെൻട്രലൈസ്ഡും ആയിരിക്കും ചെയ്യുന്നത്. The linen used in our ഒന്നുകൂടെ പറയണോ? അതായത് മിക്സ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും ഉപയോഗിക്കുന്നത്. അതായത് ചില ഏരിയകളിൽ ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും വിതരണം ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞ ചില ഓപ്പറേഷൻ തിയേറ്ററോ അല്ലെങ്കിൽ ഇതുപോലെ എന്താ വാർഡിലേക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡീസെൻട്രലൈസേഷൻ ആയിരിക്കും. പക്ഷെ ചില ഏരിയകൾ വേറെ ഏരിയ, ഇപ്പൊ നമ്മള് റിസപ്ഷൻ ഏരിയ അങ്ങനെയുള്ള ഫ്രണ്ട് ഓഫീസ് ഏരിയകളൊക്കെ ആണെങ്കിൽ അവിടെ സെൻട്രലൈസ്ഡ് ആയിരിക്കുന്നു. ഓക്കെ, ഇവിടെ രണ്ടും ഇൻക്ലൂഡ് ആണ്, മിക്സ് ചെയ്തിരിക്കുകയാണ്. ക്ലിയർ ആയോ? ഓക്കെ, the linen the linen used in our hospital services make a huge effect on quantity of care provided. അല്ലെ, ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ എന്താണ്, പരിസരത്തിന്റെ നല്ലൊരു ഗുണനിലവാരത്തിൽ സ്വാധീനിക്കുന്നു. നമ്മൾ പറഞ്ഞു, അതുകൊണ്ടാണ് ഹൈജീനിക് ആയിട്ടുള്ള ഏറ്റവും വെൽ ക്ലീൻ ആയിട്ടുള്ള തുണികളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. Every hospital needs to have 6 sets of linen for each bed. എല്ലാ ഹോസ്പിറ്റലും ഓരോ ഹോസ്പിറ്റലുകാരും ഒരു ബെഡിന് 6 സെറ്റ് ഓഫ് ലിനൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 6 സെറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടോ,
6 set of linen rotation for one inpatient bed at a time. ഒരു ഇൻപേഷ്യന്റ് അഡ്മിറ്റഡ് ആയിരിക്കുന്ന ഒരു ഇൻപേഷ്യന്റ് ബെഡിലേക്ക് നമ്മൾ 6 സെറ്റ് തുണിയാണ് പ്രൊവൈഡ് ചെയ്തത്. ഒരു സെറ്റ് എന്ന് പറയുന്നത് ഒരു ഷീറ്റ് ഉണ്ടാവും അല്ലെ, 1 സെറ്റ് 1 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ ഉണ്ടാകും. ഓക്കെ, ഒരു ഷീറ്റും 1 പില്ലോ കവർ, അങ്ങനെയുള്ള ഒരു 6 സെറ്റ് ആണ് നമ്മൾ ഒരു ബെഡിന് വേണ്ടിയിട്ട് അലൗട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി റൊട്ടേഷൻ എങ്ങനെയാണ് ഈ 6 സെറ്റ് എന്ന് പറഞ്ഞില്ലേ നമ്മള്, ഒരു ബെഡിന് വേണ്ടി 6 സെറ്റ് കൊടുക്കുന്നു. ആ 6 സെറ്റുകളുടെ റൊട്ടേഷൻ എങ്ങനെയാണെന്ന് അതും കൂടി ഒന്ന് പറയാലോ, അതും കൂടി ഒന്ന് പറയാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ചാപ്റ്റർ കഴിഞ്ഞു, ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. റൊട്ടേഷൻ ഇമ്പോർട്ടന്റ് മീൻസ് അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 6 സെറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക, ഇത് ജസ്റ്റ് റൊട്ടേഷൻ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, റൊട്ടേഷൻ നോക്കി നമ്മൾ പറഞ്ഞ ടോട്ടല് 6 സെറ്റ് ആണ്. ഈ 6 സെറ്റ് എങ്ങനെയാ വരുന്നത് നോക്കാം കേട്ടോ. 2 സെറ്റ് ഫോർ വാഷ്, 2 എണ്ണം, 6 എണ്ണം ടോട്ടൽ ഉണ്ട്. ശ്രദ്ധിക്കണം ടോട്ടൽ, അത് മനസ്സിലാകുള്ളൂ. 6 സെറ്റ് ടോട്ടൽ പറയും കൊടുക്കുന്നുണ്ട് നമ്മള്. അതില് ആദ്യത്തെ 2 സെറ്റ് 2 എണ്ണം ഫോർ വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. 1 bedsheet on the way to laundry while 1 sheet already laundry's washing cycle. അല്ലെ, അപ്പൊ 2 എണ്ണം വാഷ് ചെയ്യാൻ, രണ്ടെണ്ണത്തില് ഒരു ഷീറ്റ് ഓൾറെഡി വാഷ് ചെയ്ത് കഴിഞ്ഞു വെച്ചത്. ദെൻ ഒരെണ്ണം ലോണ്ടറി വാഷിംഗ് സൈക്കിള് അല്ലെ, വാഷിംഗ് മെഷീനിൽ ഒരെണ്ണം ഓൾറെഡി വാഷിംഗ് മെഷീനിൽ അലക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് വാഷിംഗിൽ വരുന്നത് 2 സെറ്റ്. ക്ലിയർ ആയോ? ഒരെണ്ണം അലക്കി നമ്മൾ വെച്ചേക്കുകയാണ്, ഒരെണ്ണം ഓൾറെഡി അലക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഫസ്റ്റത്തെ 2 സെറ്റ്. ബാക്കി 4 സെറ്റ് കൂടി ഉണ്ട്. ഇനി അടുത്ത 2 സെറ്റ് നോക്കാം കേട്ടോ. 2 സെറ്റ് ഇൻ യൂസ്, ഉപയോഗിക്കുന്നത് 2 എണ്ണം. 1 bedsheet should already be on the bed while 1 should be ready to be used. ഒരെണ്ണം നമ്മള് ബെഡിൽ വിരിച്ചിട്ടുണ്ട്, ഒരെണ്ണം അവിടെ നമ്മളുടെ ആ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്, ആവശ്യം വരുമ്പോൾ എടുത്ത് വിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 2 സെറ്റ് ഇൻ സ്റ്റോക്ക്, ബാക്കി 2 എണ്ണം സ്റ്റോക്ക് ചെയ്തവിടെ വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. ക്ലിയർ ആയോ? ജസ്റ്റ് ആ റൊട്ടേഷൻ ആണ് പറയുന്നത്. നോർമലി നമ്മൾ ഒരു ഇൻപേഷ്യന്റ് ബെഡിന് 6 അല്ലെ 6 സെറ്റ് ഓഫ് ലിനൻ ആണ് കൊടുക്കുന്നത്. അത് 2 സെറ്റ് വാഷിങ്ങിനും 2 സെറ്റ് യൂസ്, ദെൻ 2 എണ്ണം സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വായിക്കാം കേട്ടോ. പ്രൊട്ടക്ഷൻ വരെ ഒന്ന് വായിക്കാം. ലാസ്റ്റ് ചലഞ്ചസും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. കാരണം ഈ ഒരു ചെറിയൊരു സെക്ഷൻ മാത്രം ബാക്കി നിൽക്കും, ചാപ്റ്റർ കഴിഞ്ഞു. അതും കൂടി ഒന്ന് പറയാമല്ലോ, കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ മാത്രം ബാക്കിയാവും. ചലഞ്ചസ്. The laundry department faces some major challenges. നോക്കാം. അപ്പോ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റുകള് നേരിടുന്ന ചലഞ്ചസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ് അല്ലെ, മീൻസ് എന്താണ്, തുണികളുടെ കുറവ് അല്ലെങ്കിൽ തുണികൾ മോഷണം പോകുന്ന ഒരു അവസ്ഥ. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, ആ ചാപ്റ്റർ എടുത്തിട്ടുണ്ടോ? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എടുത്തതാണോ? യെസ്, ഓക്കെ. അപ്പൊ അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലയോ. ഹോസ്പിറ്റലിലെ അണുബാധകൾ വരാം. ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീൻ പ്രോസസ്, ഹൈജീൻ ആയിട്ടുള്ള പ്രോസസ്സിന്റെ അഭാവം, ശുചിത്വമില്ലായ്മ. ഹൈ കോസ്റ്റ് അല്ലെ, ചിലപ്പോ ഭയങ്കര കോസ്റ്റ് ആയിരിക്കും. ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻ, മെഷീനുകളുടെ തകരാറുകൾ, ബ്രേക്ക് ഡൗൺ ആയി പോവുകയോ അങ്ങനെയുള്ള മെഷീൻസിന്റെ തകരാറുകൾ. ഇത്രയുമാണ് ചലഞ്ചസ്. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന, ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന ചലഞ്ചസിനെ ചോദിക്കാം. ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഈ പോയിന്റ് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. 5 പോയിന്റ് ഉള്ളൂ, അത് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാം. എങ്കിൽ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ദെൻ നമ്മള് ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുകയാണ്. ലാസ്റ്റ് പാരഗ്രാഫ്.
Hospital laundry services are thus responsible for providing safe, clean, ample, and timely application of linen to user units of the hospital at the right time, right quality, and right place. അല്ലേ? ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ് സേഫ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള കറക്റ്റ് നല്ല ലിനൻ എന്ത് ചെയ്യുക ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും റൈറ്റ് ടൈമിലും റൈറ്റ് ക്വാളിറ്റിയിലും അതുപോലെ തന്നെ റൈറ്റ് പ്ലേസിലും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. Every healthcare department has the aim of making sure their patients are comfortable and ultimately that they are safe and healthy. എല്ലാ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് പേഷ്യന്റിനെ കംഫോർട്ടബിൾ ആക്കുക, അതുപോലെ അവരുടെ സേഫ് സുരക്ഷിതത്വവും അവരുടെ ആരോഗ്യവുമാണ് ഓരോ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ലോണ്ടറി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയി അല്ലെ? ചെറിയൊരു ചാപ്റ്റർ ആണ് എങ്കിലും എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റർ? വലിയ ബോറിംഗ് ഒന്നും ഇല്ലല്ലോ, നല്ല ചാപ്റ്റർ ആയിരുന്നോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചാപ്റ്റർ ലോണ്ടറി പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? ആണോ? നിങ്ങൾ എന്ത് റെസ്പോൺസ് ഒന്നും ചെയ്യാലോ? എന്ത് ചെയ്യാനും ക്ലാസ്സില് ക്ലാസ് കേട്ട് ഉറക്കം വന്നിരിക്കുകയാണോ? ഫസ്റ്റ് അങ്ങനെ തന്നെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ കൂടി മിസ്സിന് എടുക്കാനുണ്ട്. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഹോസ്പിറ്റല് പേഷ്യന്റിന്റെ കംഫോർട്ടാണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹോസ്പിറ്റലുകളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ കംഫോർട്ടും പേഷ്യന്റിന്റെ സുരക്ഷിതത്വം അവരുടെ ആരോഗ്യം. ഓക്കെ, കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഒരു ചാപ്റ്റർ കൂടി മിസ്സിൽ ഇനി എടുക്കാനുണ്ട്. ഹൗസ് കീപ്പിംഗ് എന്നുള്ളൊരു ചാപ്റ്റർ ആണ്. എടുത്തിട്ടുണ്ടോ അത്? വേറെ മിസ്സുമാരൊന്നും എടുത്തിട്ടില്ലല്ലോ ഹൗസ് കീപ്പിംഗ്? ഹൗസ് കീപ്പിംഗ് എടുത്തിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഇനി നമുക്കൊരു ചാപ്റ്റർ കൂടെ ഉള്ളു. ഇതുപോലെ ചെറിയൊരു ചാപ്റ്റർ ആണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന ചാപ്റ്റർ ആണ്. ദെൻ ഇനി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും തോന്നുന്നു നെക്സ്റ്റ് വീക്ക് ആയിരിക്കും നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുക. അപ്പോ ഓക്കെ, ഇനിയിപ്പോ അടുത്ത ക്ലാസ് നാളെ സാറ്റർഡേ അല്ലേ? ദെൻ ക്രിസ്മസും ഇതൊക്കെയാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് വീക്ക് ആയിരിക്കും മിക്കവാറും എന്റെ ക്ലാസ് വരിക നിങ്ങൾക്ക്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, നെക്സ്റ്റ് വീക്കിലായിരിക്കും കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ഓക്കെ, താങ്ക് യു, സെയിം ടു യു. ഓക്കെ, അപ്പൊ ചാപ്റ്റർ ഒക്കെ നന്നായിട്ടൊക്കെ പഠിക്കാം കേട്ടോ. നമുക്ക് ഇനി നെക്സ്റ്റ് വീക്ക് ആയിരിക്കും പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും കേട്ടോ, ഹൗസ് കീപ്പിംഗ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. ഇന്ന് ഡ്രീസ മാം ക്ലാസ് തുടങ്ങിയത് എവിടെ തൊട്ടാണെന്ന് വാട്സപ്പ് ഇട്ടേക്കണേ പ്ലീസ്. അത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. ഓക്കെ.